की नमस्ते यूएस। ഇപ്പോൾ നമ്മൾ ഭാരതത്തിൻ്റെ നമസ്തേ പോലും മൾട്ടിനാഷണൽ ആയിട്ടുണ്ട്. ലോക്കലിൽ നിന്ന് ഗ്ലോബലായി മാറിയിട്ടുണ്ട് നമ്മുടെ നമസ്തേ. ഇതെല്ലാം ഇങ്ങനെയാക്കിയത് നിങ്ങളുടെ കഴിവാണ്. സ്വന്തം ഹൃദയത്തിൽ ഭാരതാംബയെ സൂക്ഷിക്കുന്ന ഓരോ ഭാരതീയനുമാണ് ഇതിന് കാരണക്കാർ. നിങ്ങളിൽ പല ആളുകളും എത്രയോ ദൂരത്തിൽ നിന്നാണ് എന്നെ കാണാൻ ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ കുറേയേറെ പഴയ മുഖങ്ങളുണ്ട്, കുറേ പുതിയ മുഖങ്ങളുമുണ്ട്. നിങ്ങളുടെ ഈ സ്നേഹമാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം. എനിക്കിപ്പോൾ ആ പഴയ ദിവസങ്ങളാണ് ഓർമ്മ വരുന്നത്. ഞാൻ പ്രധാനമന്ത്രിയുമായിരുന്നില്ല, മുഖ്യമന്ത്രിയുമായിരുന്നില്ല, നേതാവ് പോലുമായിരുന്നില്ല. ആ കാലത്ത് ഒരു ജിജ്ഞാസുവിനെ പോലെ കൗതുകത്തിൻ്റെ പേരിൽ ഞാൻ ഈ അമേരിക്കയിൽ നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അമേരിക്ക എന്ന് പറയുന്ന ഈ ഭൂമി കാണാൻ, ഇവിടം മനസ്സിലാക്കാൻ. മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങളുമായാണ് അക്കാലങ്ങളിൽ അമേരിക്കയിൽ ഞാൻ വന്നിട്ടുള്ളത്. ഒരു പദവിയുമില്ലാത്ത കാലത്ത്, ആ സമയത്ത് പോലും ഞാൻ അമേരിക്കയിൽ വന്ന് കുറഞ്ഞത് 29 സ്റ്റേറ്റ്സുകളിൽ ഞാൻ അലഞ്ഞു തിരിഞ്ഞ് നടന്നിട്ടുണ്ട്. അതിനുശേഷം ഞാൻ മുഖ്യമന്ത്രിയായി. അപ്പോഴും ഞാൻ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളെ കാണാനും സംസാരിക്കാനും ഇടപെടാനും ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പ്രധാനമന്ത്രിയായതിനു ശേഷം ഞാൻ നിങ്ങളുടെ ഒരുപാട് സ്നേഹം ഏറ്റുവാങ്ങി. 2014 മാഡിസൺ സ്ക്വയർ, 2015 സോങ് ഹൊസെ, 2019 ഹൂസ്റ്റൺ, 2023 വാഷിങ്ടൺ, അങ്ങനെ ഇപ്പോൾ 2024 നിങ്ങളുടെ മുമ്പിൽ ഈ ന്യൂയോർക്കിൽ. പക്ഷെ നിങ്ങളാവട്ടെ ഓരോ തവണയും കഴിഞ്ഞ കാലത്തിൽ വന്നിരുന്ന ആളുകളുടെ റെക്കോർഡുകൾ തകർത്തുകൊണ്ടേയിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, അമേരിക്കയിലുള്ള ഈ ഭാരതീയ പ്രവാസി സമൂഹത്തെ ഞാൻ നന്നായി മനസ്സിലാക്കുന്നുണ്ട്. ഞാൻ പ്രധാനമന്ത്രിയാകുന്നതിന് മുമ്പ് എനിക്ക് യാതൊരുവിധ ചുമതലകളും ഇല്ലാതിരുന്ന കാലത്തും ഞാൻ പ്രവാസി സമൂഹത്തെ നന്നായി മനസ്സിലാക്കാറുണ്ട്, ഇപ്പോഴും മനസ്സിലാക്കുന്നുണ്ട്. സുഹൃത്തുക്കളെ, നിങ്ങളെ എല്ലാവരെയും ഞാൻ മനസ്സിൽ കാണുന്നത് ഭാരതത്തിൻ്റെ ഏറ്റവും കരുത്തുള്ള ബ്രാൻഡ് അംബാസഡർമാരായാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളെ എല്ലാവരെയും ഞാൻ രാജ്യത്തിൻ്റെ ദൂതന്മാരായി തന്നെ വിളിക്കാൻ ആഗ്രഹിക്കുന്നു, രാഷ്ട്രദൂതർ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരുമാണ് ഭാരതത്തെ അമേരിക്കയുമായും അമേരിക്കയെ ഭാരതവുമായും കണക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ കഴിവുകൾ, നിങ്ങളുടെ സാമർഥ്യം, നിങ്ങളുടെ ഉത്തരവാദിത്തബോധം, അതിനോട് മത്സരിക്കാൻ ഇന്ന് ഈ ലോകത്ത് മറ്റാരുമില്ല. നിങ്ങളെല്ലാവരും 7 കടലുകൾ താണ്ടി ഇവിടെ എത്തിയവരാണ്. പക്ഷേ എല്ലാ സമുദ്രത്തിൻ്റെയും ആഴങ്ങൾക്കപ്പുറം നിങ്ങളുടെ മനസ്സിൽ ഭാരതവുമായുള്ള സ്നേഹത്തിൻ്റെ ആഴത്തെ താരതമ്യം ചെയ്യാനാകുകയില്ല. ഭാരതാംബ നമ്മളെ ഓരോരുത്തരെയും പഠിപ്പിച്ചത് നമുക്ക് ഒരു കാലത്തും മറക്കാൻ കഴിയില്ലല്ലോ. നമ്മൾ ഭാരതീയർ ലോകത്ത് എവിടെ പോയാലും ഏത് സ്ഥലത്തെയും അവിടുത്തെ ആളുകളെയും സ്വന്തം കുടുംബത്തെ പോലെ കണ്ട് അവരോടൊപ്പം ചേർന്ന് സ്നേഹിച്ചാണ് ജീവിക്കുന്നത്. വൈവിധ്യങ്ങൾ മനസ്സിലാക്കുക, അതേ വൈവിധ്യങ്ങളിൽ ജീവിക്കുക, ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ തന്നെ ഭാഗമാണ്. നമ്മൾ ഇങ്ങനെ ഒരു രാജ്യത്താണ് ജീവിക്കുന്നത്. 100 കണക്കിന് ഭാഷകളുള്ള രാജ്യം, 100 കണക്കിന് പദാവലികളുള്ള രാജ്യം, ലോകത്തിലെ എല്ലാ മതങ്ങളുമുള്ള സ്ഥലം.
ലോകത്തിലെ എല്ലാ വർഗങ്ങളും ജീവിക്കുന്ന സ്ഥലം. പക്ഷേ എന്നിട്ടും നമ്മൾ ഒരേ മനസ്സോടെ ഒത്തൊരുമയോടെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നു. എന്തിന് കൂടുതൽ പറയണം, നമ്മുടെ ഈ സ്റ്റേഡിയത്തിൽ തന്നെ നോക്കൂ. ചില ആളുകൾ തമിഴ് സംസാരിക്കുന്നു, ചിലർ തെലുങ്ക് പറയുന്നു, മറ്റു ചിലർ മലയാളം പറയുന്നു, ചില ആളുകൾ കന്നഡ, മറ്റു ചിലർ പഞ്ചാബി പറയുന്നു, ഒരുപാട് ആളുകൾ മറാഠി പറയുന്നു, കുറച്ചാളുകൾ ഗുജറാത്തിയും പറയുന്നു. ഭാഷകൾ പലതുണ്ട്, പക്ഷേ എല്ലാവരുടെയും ഭാവം ഒന്ന് തന്നെയാണ്. ആ ഭാവം എന്നത് ഭാരത് മാതാ കി എന്നുള്ളതാണ്. ആ ഭാവമാണ് ഭാരതീയത. ലോകത്തോടൊപ്പം ചേരുന്നതിന് ഇതാണ് നമ്മുടെ ഏറ്റവും വലിയ കരുത്ത്. നമ്മുടെ ഈ മൂല്യവും സംസ്കാരവുമാണ് ഭാരതീയരെ വിശ്വബന്ധുവാക്കുന്നത്. ആ മനോഭാവം നമുക്കുണ്ടാകുന്നത് നമ്മുടെ നാടിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഭാഗമായാണ്, സംസ്കാരത്തിൻ്റെ ഭാഗമായാണ്. നമ്മുടെ നാട്ടിൽ പറയാറുണ്ട്, അർത്ഥം നമ്മൾ ത്യാഗം ചെയ്ത് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന ആളുകളാണ്. മറ്റുള്ളവരുടെ സന്തോഷത്തിന് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി സ്വയം ത്യാഗം ചെയ്യാൻ തയ്യാറുള്ള മനസ്സുള്ളവരാണ് നമ്മൾ ഭാരതീയർ. നമ്മൾ ലോകത്ത് ഏത് രാജ്യത്ത് ജീവിച്ചാലും നമ്മുടെ ഈ ചിന്താഗതി ഒരിക്കലും മാറില്ല. കാരണം അത് നമ്മുടെ സംസ്കാരമാണ്. നമ്മൾ ലോകത്ത് ഏത് സമൂഹത്തിൻ്റെ ഭാഗമായി ജീവിച്ചാലും നമ്മൾ അവിടേക്ക് കൂടുതൽ എന്താണ് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുക എന്ന് ചിന്തിച്ച് അത് ചെയ്യാൻ ശ്രമിക്കുകയാണ് എപ്പോഴും ചെയ്യുന്നത്. ഇവിടെ അമേരിക്കയിൽ പോലും നിങ്ങളിൽ പലരും ഡോക്ടറായി ജോലി ചെയ്യുന്നുണ്ട്, റിസർച്ചർമാരായി ജോലി ചെയ്യുന്നുണ്ട്, ടെക്നിക്കൽ ജോലി ചെയ്യുന്നവരുണ്ട്, ശാസ്ത്രജ്ഞന്മാരുണ്ട്, മറ്റനേകം ജോലി ചെയ്യുന്ന ഒരുപാട് ഭാരതീയരുണ്ട്. പക്ഷേ നിങ്ങളുടെ എല്ലാം മനസ്സിലുള്ള വികാരം ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഇപ്പോൾ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ അമേരിക്കയിൽ T20 വേൾഡ് കപ്പ് ക്രിക്കറ്റ് നടന്നല്ലോ. നമ്മൾ ഭാരതം ലോകകപ്പ് നേടിയെങ്കിലും ആദ്യമായി ക്രിക്കറ്റ് കളിക്കുന്ന അമേരിക്ക ഇത്ര നന്നായാണ് പോരാടിയത്. പക്ഷേ അതേ അമേരിക്കൻ ടീമിൽ ഇവിടെ താമസിക്കുന്ന, ഇവിടെ ജീവിക്കുന്ന ഭാരതീയർ പങ്കാളികളായി അവർ നടത്തിയ പ്രകടനവും ലോകം കാണുന്നുണ്ട്. സുഹൃത്തുക്കളെ, ലോകത്തിന് AI എന്ന് വെച്ചാൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നാണ്. പക്ഷേ എനിക്ക് AIക്ക് മറ്റൊരു വിശദീകരണം കൂടിയുണ്ട്. അതിങ്ങനെയാണ്: അമേരിക്കൻ ഇന്ത്യൻ. അമേരിക്കയും ഇന്ത്യയും ചേർന്നുള്ള ഈ സ്പിരിറ്റ് ഉണ്ടല്ലോ, ഈ ഊർജമുണ്ടല്ലോ, ഈ ഐക്യമുണ്ടല്ലോ, അതാണ് ഇന്നത്തെ പുതിയ ലോകത്തെ പുതിയ പവർ, പുതിയ AI. ഈ അമേരിക്കൻ ഇന്ത്യൻ സ്പിരിറ്റ് ഉണ്ടല്ലോ, ഈ ഊർജമുണ്ടല്ലോ, അത് ഇന്ത്യക്കും അമേരിക്കയ്ക്കും പുതിയ ഉയരങ്ങൾ നൽകുമെന്നുറപ്പാണ്. ഞാൻ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും, അല്ല, അമേരിക്കൻ പ്രവാസി സമൂഹത്തിനാകെ സല്യൂട്ട് നൽകാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, ഞാൻ ലോകത്ത് എവിടെയൊക്കെ പോയാലും ഏതൊക്കെ നേതാക്കന്മാരെ കണ്ടാലും അവരുടെയൊക്കെ വായിൽ നിന്ന് ഭാരതീയ പ്രവാസി സമൂഹത്തെക്കുറിച്ച് നല്ലതു മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇന്നലെയും അമേരിക്കൻ പ്രസിഡന്റ് ബൈഡൻ എന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മീയതയും അദ്ദേഹത്തിൻ്റെ ആതിഥേയത്വവും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഹൃദയം തന്നെ കവർന്നെടുക്കുന്ന നിമിഷങ്ങളായിരുന്നു അത്. എനിക്ക് ലഭിക്കുന്ന ഈ ആദരവ് എൻ്റെ രാജ്യത്തിന് ലഭിക്കുന്ന ആദരവാണ്. അതിന് കാരണം 140 കോടി ഭാരതീയരാണ്. ഈ ആദരവെന്നത് അമേരിക്കയിൽ താമസിക്കുന്ന ലക്ഷക്കണക്കിന് ഭാരതീയർക്കുള്ള ആദരവ് തന്നെയാണ്. എനിക്ക് തീർച്ചയായും പ്രസിഡന്റ് ബൈഡനോട് നന്ദിയുണ്ട്. അതുപോലെ തന്നെ
ഇവിടെ ഇരിക്കുന്ന നിങ്ങളോടെല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട്. അമേരിക്കയിലുള്ള എല്ലാ ഭാരതീയരോടും എനിക്ക് നന്ദിയുണ്ട്. സുഹൃത്തുക്കളെ, 2024 എന്ന വർഷം ഭാരതത്തിന് മാത്രമല്ല ലോകത്തിനാകെ പരമപ്രധാനമാണ്. ഒരു വശത്ത് നോക്കിയാൽ ലോകത്ത് പല രാജ്യങ്ങൾ തമ്മിലും സംഘർഷങ്ങൾ നിലനിൽക്കുന്നു. എന്നാൽ അതേസമയം തന്നെ മറ്റു ചില രാജ്യങ്ങളിൽ ജനാധിപത്യത്തിൻ്റെ ആഘോഷവും നമുക്ക് കാണാൻ കഴിയുന്നു. ഭാരതവും അമേരിക്കയും ജനാധിപത്യത്തിൻ്റെ ഈ ഉത്സവത്തിലും ഒരുമിച്ച് തന്നെയാണ്. ഇവിടെ അമേരിക്കയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. അതേസമയം തന്നെ ഭാരതത്തിൽ തെരഞ്ഞെടുപ്പ് പൂർത്തിയായി കഴിയുകയും ചെയ്തിരിക്കുന്നു. ഭാരതത്തിൽ ഇപ്പോൾ കഴിഞ്ഞുപോയ ഇലക്ഷൻ ഉണ്ടല്ലോ, അത് വെറും സാധാരണ ഒരു തെരഞ്ഞെടുപ്പല്ല. ലോക ചരിത്രത്തിലെ, ഇതുവരെയുള്ള ചരിത്രത്തിലെ ഏറ്റവും വലിയ തെരഞ്ഞെടുപ്പിൻ്റെ ഉദാഹരണം കൂടിയാണ്. നിങ്ങൾക്ക് ഇത് സങ്കല്പിക്കാൻ കഴിയുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ഞാൻ മനസ്സിലാക്കി തരാം. അമേരിക്കയിലെ ആകെ ജനസംഖ്യയുണ്ടല്ലോ, അതിൻ്റെ 2 ഇരട്ടിയിലധികം ആളുകളാണ് ഭാരതത്തിൽ വോട്ടർമാരായിട്ടുള്ളത്. യൂറോപ്യൻ രാജ്യങ്ങളിൽ ആകെയുള്ള ജനസംഖ്യയുണ്ടല്ലോ, അതിനേക്കാൾ കൂടുതൽ ആളുകളാണ് ഭാരതത്തിൽ 2024 തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തത്. നമ്മുടെ ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ മനോഹാരിതയാണിത്. 3 മാസം നീണ്ടു നിന്ന തെരഞ്ഞെടുപ്പ് മഹോത്സവം, 150 ലക്ഷം, അതായത് 1.5 കോടിയിലധികം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്കുള്ള ഉദ്യോഗസ്ഥർ, സ്റ്റാഫുകൾ, 1 മില്യൺ, അതായത് 10 ലക്ഷത്തിലധികം പോളിംഗ് സ്റ്റേഷനുകൾ ഭാരതത്തിൽ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഉണ്ടായിരുന്നു. 1500-ലധികം പൊളിറ്റിക്കൽ പാർട്ടികൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു ഭാരതത്തിൽ. നിങ്ങൾക്ക് അതിശയം തോന്നും, 8000-ലധികം സ്ഥാനാർത്ഥികൾ, വിവിധ ഭാഷകളിലുള്ള 100 കണക്കിന് പത്രങ്ങൾ, 100 കണക്കിന് റേഡിയോ സ്റ്റേഷനുകൾ, 100 കണക്കിന് TV ന്യൂസ് ചാനലുകൾ, കോടിക്കണക്കിന് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, ലക്ഷക്കണക്കിന് സോഷ്യൽ മീഡിയ ചാനലുകൾ, ഇവരെല്ലാം കൂടിച്ചേർന്ന് ആഘോഷമാക്കുകയാണ് ഭാരതത്തിലെ തെരഞ്ഞെടുപ്പ്. അതാണ് ഭാരതത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ മനോഹാരിത. ഇതൊരു തരത്തിൽ നോക്കിയാൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ ഉദാഹരണം കൂടിയാണ്. ഇത്രയും നീണ്ട, ഇത്രയും വിശാലമായ ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രോസസ്സ് പൂർത്തിയായതിനു ശേഷം ഭാരതത്തിൽ സംഭവിച്ചത് അതിവിശേഷപ്പെട്ട ഒരു കാര്യമാണ്. എന്താണുണ്ടായത്? നിങ്ങൾ തന്നെ പറയൂ. ഇത്തവണ വീണ്ടും സുഹൃത്തുക്കളെ, തുടർച്ചയായി 3-ാം തവണ നമ്മുടെ സർക്കാരിന് തിരിച്ചുവരവുണ്ടായി. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇങ്ങനെ സംഭവിച്ചത് ഭാരതത്തിൽ കഴിഞ്ഞ 60 വർഷത്തിൽ ആദ്യമായാണ്. ഭാരതത്തിലെ ജനങ്ങൾ ഒരു പുതിയ മാൻഡേറ്റ് നൽകിയിരിക്കുകയാണ്. അതിന് ഒരുപാട് വലിയ അർത്ഥങ്ങളുണ്ട്. തീർച്ചയായും അത് വലിയ ഉത്തരവാദിത്വവുമാണ്. ഞാനത് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ 3-ാം ടൈമിൽ ഞാൻ ഒരുപാട് വലിയ ലക്ഷ്യങ്ങൾ കാണുന്നുണ്ട്. ഞങ്ങൾ 3-ാം ടൈമിൽ 3 ഇരട്ടി കരുത്തിൽ, 3 ഇരട്ടി വേഗതയിൽ ഭാരതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറെടുക്കുകയാണ്. നിങ്ങൾക്ക് ഈ വാക്ക് ഓർമ്മയുണ്ടാകും, പുഷ്പം. അപ്പോൾ വേദിയിൽ നിന്ന് ആരോ താമര എന്ന് വിളിച്ചു പറയുന്നുണ്ട്. താമരയെങ്കിൽ താമര, എനിക്കതിൽ സന്തോഷമേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് പുഷ്പ് എന്നത് ഞാൻ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്. P for progressive Bharat, U for unstoppable Bharat, S for spiritual Bharat, H for humanity first को समर्पित भारत, P for prosperous Bharat. ഇതാണ് എൻ്റെ മനസ്സിലെ പുഷ്പ് എന്നതിൻ്റെ അർത്ഥം. പുഷ്പത്തിൻ്റെ ഈ 5 ദളങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്
ഞാൻ സമൃദ്ധമായ ഒരു ഭാരതത്തെ സൃഷ്ടിക്കാൻ തയ്യാറെടുക്കുകയാണ്. സുഹൃത്തുക്കളെ, ഞാൻ ഭാരതത്തിലെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണ്. എങ്ങനെ നോക്കിയാൽ സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച ആളുകളുടെ കണക്കെടുത്താൽ. സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി കോടിക്കണക്കിന് ഭാരതീയർ അവരുടെ ജീവിതം ബലികഴിച്ചിട്ടുണ്ട്. അവർ അവരുടെ സ്വന്തം ജീവിതത്തെക്കുറിച്ചോ അവരുടെ കുടുംബത്തെക്കുറിച്ചോ ചിന്തിച്ചതേയില്ല. അവർ അവരുടെ ജീവിതം മുഴുവൻ നാടിൻ്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പൂർണ്ണമായും അർപ്പിക്കുകയാണ് ചെയ്തത്. ഇംഗ്ലീഷുകാർക്കെതിരായുള്ള ആ സമരത്തിൽ പങ്കെടുത്ത പലർക്കും ലഭിച്ചത് തൂക്കുകയറാണ്, ചിലർക്ക് ലഭിച്ചത് വെടിയുണ്ടകളാണ്, ചിലർക്ക് ലഭിച്ചത് നരകയാതനയുള്ള ജയിൽ ജീവിതമാണ്. സുഹൃത്തുക്കളെ, എനിക്ക് ഈ രാജ്യത്തിനു വേണ്ടി മരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ രാജ്യത്തിനു വേണ്ടി, എൻ്റെ ഭാരതാംബയ്ക്ക് വേണ്ടി എനിക്ക് തീർച്ചയായും ജീവിക്കാൻ കഴിയും. ഭാരതത്തിനു വേണ്ടി മരിക്കുക എന്നതായിരുന്നില്ല എൻ്റെ തലയിൽ എഴുതി വച്ചിരുന്നത്, ഭാരതത്തിനു വേണ്ടി ജീവിക്കുക എന്നതായിരുന്നു. ആദ്യ ദിവസം മുതൽ തന്നെ എൻ്റെ മനസ്സും എൻ്റെ പ്രയത്നങ്ങളും വളരെ വ്യക്തമായി തന്നെ ഉള്ളതാണ്. ഞാനിത് തീരുമാനിച്ചിരുന്നു, സുരാജ്യത്തിനു വേണ്ടി, സമൃദ്ധ ഭാരതത്തിനു വേണ്ടി എൻ്റെ ജീവിതം തന്നെ പൂർണ്ണമായും അർപ്പിക്കുമെന്നുള്ളത്. എൻ്റെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗവും ഇങ്ങനെയായിരുന്നു. വർഷങ്ങളോളം ഈ രാജ്യം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയായിരുന്നു ഞാൻ. എവിടെ ഭക്ഷണം ലഭിക്കുന്നു അവിടുന്ന് കഴിച്ചു, എവിടെ ഉറങ്ങാൻ സ്ഥലം ലഭിക്കുന്നു അവിടെ കിടന്നുറങ്ങി. അങ്ങനെ ഈ രാജ്യം മുഴുവൻ ഞാൻ ചുറ്റി നടന്നിരുന്നു. സമുദ്രതീരങ്ങൾ മുതൽ പർവ്വതങ്ങൾ വരെ ഞാൻ ഈ രാജ്യം മുഴുവൻ നടന്നു പോയിട്ടുണ്ട്. ഞാൻ എല്ലാ തരത്തിലുമുള്ള ആളുകളെ കണ്ടിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്, അവരെ മനസ്സിലാക്കിയിട്ടുണ്ട്, അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിഞ്ഞിട്ടുണ്ട്. ആ കാലഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരം, നമ്മുടെ രാജ്യം നേരിടുന്ന വെല്ലുവിളികൾ എല്ലാം തന്നെ ഞാൻ തൊട്ടറിഞ്ഞിട്ടുണ്ട്. ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിൻ്റെ തീരുമാനം ഇങ്ങനെയൊരു ദിശയിലേക്കായിരുന്നില്ല. എൻ്റെ തീരുമാനം മറ്റൊന്നായിരുന്നു. പക്ഷേ ഈശ്വരനും വിധിയും ചേർന്ന് എന്നെ രാഷ്ട്രീയത്തിലെത്തിച്ചു. ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല ഒരു ദിവസം മുഖ്യമന്ത്രിയാകുമെന്നോ പ്രധാനമന്ത്രിയാകുമെന്നോ ഒന്നും ഞാൻ ചിന്തിച്ചിരുന്നില്ല. പക്ഷേ മുഖ്യമന്ത്രിയായപ്പോൾ ഞാൻ ഗുജറാത്തിലെ ഏറ്റവും ദീർഘകാലം ഇരുന്ന മുഖ്യമന്ത്രിയായി മാറി. 13 വർഷം ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രിയായിരിക്കാൻ എനിക്ക് കഴിഞ്ഞു. അതിനുശേഷം ജനങ്ങൾ പ്രമോഷൻ നൽകി എന്നെ ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രിയുമാക്കി. ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് എൻ്റെ പഴയകാലം, ഞാൻ ഭാരതം മുഴുവൻ ചുറ്റി നടന്ന് കണ്ട് മനസ്സിലാക്കിയ എൻ്റെ അനുഭവങ്ങളാണ് മുഖ്യമന്ത്രിയായിരുന്നു കൊണ്ടും പ്രധാനമന്ത്രിയായിരുന്നു കൊണ്ടും എനിക്ക് ഈ രാജ്യത്തെയും ജനങ്ങളെയും സേവിക്കാൻ കഴിഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. എൻ്റെ ഭരണ മോഡൽ മികച്ചതായതിന് കാരണം എൻ്റെ അന്നത്തെ അനുഭവങ്ങളാണ്. തീർച്ചയായും എനിക്കുറപ്പുണ്ട് എൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ ഭരണകാലത്തെ നേട്ടങ്ങൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന്. ഈ ലോകം തന്നെ അത് കണ്ടു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ എൻ്റെ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി തന്നെയാണ് രാജ്യത്തെ ജനങ്ങൾ എനിക്ക് 3ാം തവണയും ഈ രാജ്യം ഭരിക്കാനുള്ള അവകാശം നൽകിയത്. അതുകൊണ്ട് തന്നെ ഞാൻ ഉറപ്പ് നൽകുന്നു, എൻ്റെ ഈ 3ാം ടേമിൽ ഞാൻ 3 ഇരട്ടി ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ ഈ രാജ്യത്തിനും ജനങ്ങൾക്കും വേണ്ടി ആത്മാർത്ഥമായി കഠിനമായി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. സുഹൃത്തുക്കളെ, ഇന്ന് ഭാരതം ലോകത്തിൽ ഏറ്റവും കൂടുതൽ യുവാക്കളുള്ള രാജ്യത്തിൽ ഒന്നാമത് തന്നെയാണ്. ഓരോ ദിവസവും പുതിയ പുതിയ വാർത്തകൾ, ഓരോ ദിവസവും പുതിയ പുതിയ നേട്ടങ്ങൾ. ഭാരതം വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നും ഒരു വലിയ സന്തോഷ വാർത്ത ലഭിച്ചിട്ടുണ്ട്. ചെസ് ഒളിമ്പ്യാഡിൽ പുരുഷ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലും ഭാരതത്തിനാണ് സ്വർണ്ണ മെഡൽ ലഭിച്ചത്. ഞാൻ ഒരു കാര്യം കൂടി പറയാം, നിങ്ങൾ തീർച്ചയായും ഇനിയും കൈയടിക്കേണ്ടി വരും. ഇങ്ങനെ ഒരു നേട്ടം ചെസ്സിൽ ഭാരതത്തിനുണ്ടായത് 100 വർഷത്തിൽ ആദ്യമായാണ്. മുഴുവൻ രാജ്യവും മുഴുവൻ ഭാരതീയരും നമ്മുടെ
ആ ചെസ് പ്ലെയർമാരിൽ അഭിമാനിക്കുന്നു. ഭാരതത്തെ ശക്തിയോടെ മുന്നോട്ട് നയിക്കുന്ന മറ്റൊരു AI കൂടിയുണ്ട്. അതേതായിരിക്കും? അതിങ്ങനെയാണ്: A for aspirational, I for India, ആസ്പിറേഷണൽ ഇന്ത്യ. തീർച്ചയായും ഇത് പുതിയ ശക്തിയാണ്, പുതിയ ഊർജമാണ്. ഇന്ന് കോടിക്കണക്കിന് ഭാരതീയരുടെ പുതിയ പ്രതീക്ഷകൾ ഭാരതത്തെ കൂടുതൽ ശക്തമായി മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ പ്രതീക്ഷകളും ഓരോ പുതിയ നേട്ടങ്ങൾ ഭാരതത്തിന് നൽകിക്കൊണ്ടിരിക്കുകയാണ്. വെറും 10 വർഷം കൊണ്ട് ഭാരതം സാമ്പത്തിക മേഖലയിൽ 10ാം സ്ഥാനത്ത് നിന്ന് 5ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു. ഇന്ന് എല്ലാ ഭാരതീയരും ആഗ്രഹിക്കുന്നത് എത്രയും പെട്ടെന്ന് വളരെ വേഗം ലോകത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സാമ്പത്തിക ശക്തി ആവുക എന്നതാണ്. ഇന്ന് നമ്മുടെ ഭാരതത്തിൽ സാധാരണക്കാരുടെ വർഗമുണ്ടല്ലോ, അവർക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തിൽ കോടിക്കണക്കിന് ഭാരതീയർക്ക് കുക്കിംഗ് ഗ്യാസ് അവരുടെ വീടുകളിൽ ലഭിച്ചു. അവരുടെ വീടുകൾ വരെ പൈപ്പുകളിൽ ശുദ്ധജലം അവർക്ക് ലഭിക്കുന്നു. വൈദ്യുതി ഇല്ലാത്ത വീടുകളിൽ സൗജന്യമായി വൈദ്യുതി എത്തിയിരിക്കുന്നു. ഇന്ന് രാജ്യത്താകെ എല്ലാവർക്കും കോടിക്കണക്കിന് ടോയ്ലറ്റുകൾ ലഭിച്ചിരിക്കുന്നു. അങ്ങനെ ഭാരതത്തിലെ കോടിക്കണക്കിന് ആളുകൾക്ക് ക്വാളിറ്റി ലൈഫ് ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ ഭാരതീയർ ആഗ്രഹിക്കുന്നത് കേവലം സാധാരണ റോഡുകളല്ല, വളരെ വിശാലമായ എക്സ്പ്രസ് ഹൈവേകളാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഭാരതത്തിലെ സാധാരണക്കാർ പോലും റെയിൽ കണക്ടിവിറ്റിയെക്കുറിച്ചല്ല പറയുന്നത്, അവർക്ക് വേണ്ടത് ഹൈസ്പീഡ് റെയിൽ കണക്ടിവിറ്റിയാണ്. ഇന്ന് ഭാരതത്തിലെ എല്ലാ നഗരങ്ങളുടെയും ആവശ്യം അവർക്കെല്ലാവർക്കും മെട്രോ വേണമെന്നാണ്, മെട്രോ റെയിൽ സർവീസ് വേണമെന്നാണ്. ഇന്ന് ഭാരതത്തിലെ എല്ലാ നഗരങ്ങളുടെയും ആവശ്യം അവർക്ക് സ്വന്തമായി എയർപോർട്ടുകൾ വേണമെന്നാണ്, ഓരോ നഗരത്തിനും. ഇന്ന് ഭാരതത്തിലെ ഓരോ പൗരന്മാരും, അത് ഗ്രാമത്തിലായാലും നഗരത്തിലായാലും, അവരാഗ്രഹിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ക്വാളിറ്റിയോടുകൂടി ജീവിക്കാൻ കഴിയുന്ന സൗകര്യങ്ങളാണ്. അങ്ങനെ അവരുടെ പ്രതീക്ഷകൾ വളർന്നിരിക്കുന്നു. 2014 നമ്മുടെ ഭാരതത്തിൽ വെറും 5 നഗരങ്ങളിൽ മാത്രമാണ് മെട്രോ സർവീസ് ഉണ്ടായിരുന്നത്, വെറും 5 നഗരങ്ങളിൽ. ഇന്ന് ഭാരതത്തിൽ 10 വർഷത്തിന് ശേഷം 23 നഗരങ്ങളിൽ മെട്രോ സർവീസ് ഉണ്ട്. ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ 2ാമത്തെ മെട്രോ നെറ്റ്വർക്ക് ഭാരതത്തിലാണുള്ളത്. അത് അവിടെ അവസാനിക്കുകയല്ല, ഓരോ ദിവസവും പുതിയ പുതിയ നഗരങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, 2014 ഭാരതത്തിൽ വെറും 70 നഗരങ്ങളിൽ മാത്രമാണ് എയർപോർട്ട് ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഈ 2024 നോക്കിയാൽ 140-ലധികം നഗരങ്ങളിൽ എയർപോർട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൂടാതെ 60ഓളം പുതിയ എയർപോർട്ടുകളുടെ നിർമ്മാണം നടക്കുന്നുമുണ്ട്. 2014 മുമ്പ് വെറും 100 പഞ്ചായത്തുകളിൽ താഴെ മാത്രമാണ് ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഉണ്ടായിരുന്നത്, ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടായിരുന്നത്, വെറും 100 ഗ്രാമങ്ങളിൽ താഴെ. എന്നാൽ ഇന്ന് സർക്കാരിൻ്റെ നിരന്തരമായ പരിശ്രമങ്ങൾ കാരണം 2.5 ലക്ഷത്തിലധികം ഗ്രാമങ്ങളിൽ ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി ഉണ്ട്. 2014 ഭാരതത്തിൽ 140 മില്യൺ, അതായത് ഏതാണ്ട് 14 കോടി വീടുകളിൽ മാത്രമാണ് LPG ഗ്യാസ് കണക്ഷൻ ഉണ്ടായിരുന്നത്, LPG കണക്ഷൻ ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്നത്തെ കണക്ക് നോക്കിയാൽ 32 കോടി കുടുംബങ്ങളിൽ ഭാരതത്തിൽ ഗ്യാസ് കണക്ഷനുകളുണ്ട്. അത് ഓരോ മാസവും കൂടിക്കൊണ്ടേയിരിക്കുന്നു. അതായത് ചുരുക്കി പറഞ്ഞാൽ 2014 മുമ്പ് വർഷങ്ങളെടുത്തിരുന്ന ഓരോ ജോലിയും ഇന്ന് മാസങ്ങൾ കൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ കഴിയുന്നു. ഇന്ന് ഭാരതത്തിലെ ജനങ്ങൾക്ക് ഒരു ആത്മവിശ്വാസമുണ്ട്. ഇന്ന് ഭാരതത്തിലെ ജനങ്ങൾക്ക് ഒരു ദൃഢനിശ്ചയമുണ്ട്. ഭാരതത്തിൽ ഇപ്പോൾ പുരോഗതി എന്നത് ഒരു ജനകീയ മുന്നേറ്റമായി മാറിയിരിക്കുന്നു.
ഇന്ന് നമ്മുടെ രാജ്യത്തെ ഓരോ പൗരന്മാരും ഭാരതത്തിൻ്റെ വികസനത്തിൽ പങ്കാളികളാകാൻ മത്സരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഭാരതം അവസരങ്ങളുടെ രാജ്യമാണ്, അവസരങ്ങളുടെ ഭൂമിയാണ്. ഇന്നത്തെ ഭാരതം അവസരങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയല്ല, അവസരങ്ങൾ സൃഷ്ടിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഭാരതത്തിൽ എല്ലാ മേഖലയിലും അവസരങ്ങളുടെ ഒരു ലോഞ്ചിങ് പാഡ് തന്നെ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, വെറും 10 വർഷം കൊണ്ട് മാത്രം. തീർച്ചയായും നിങ്ങൾക്ക് ഈ കാര്യം അഭിമാനം നൽകുമെന്ന് എനിക്ക് ഉറപ്പാണ്. വെറും 10 വർഷം കൊണ്ട് ഭാരതത്തിൽ 25 കോടി ജനങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തരായിരിക്കുന്നു. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ഇത് വെറുതെ അങ്ങ് സംഭവിക്കുന്നതാണോ? ഇതിങ്ങനെയാണ് സംഭവിച്ചത്. നമ്മൾ പഴയ ചിന്താഗതി മാറ്റി, പഴയ സമീപനങ്ങളും മാറ്റി. എൻ്റെ സർക്കാർ ദരിദ്രരെ സ്വയം അതിൽ നിന്ന് മുക്തരാക്കാൻ, അവരെ ശാക്തീകരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ചെയ്തത്. അതിൻ്റെ മാറ്റമാണ് രാജ്യത്തുണ്ടായിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ 53 കോടിയിലധികം ആളുകളെ ബാങ്കിംഗ് സംവിധാനവുമായി ബന്ധപ്പെടുത്താൻ എൻ്റെ സർക്കാരിന് കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തെ 55 കോടിയിലധികം സാധാരണക്കാർക്ക് ഒരു വർഷം 5 ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സ നൽകാനുള്ള തീരുമാനം നമ്മുടെ സർക്കാർ നടപ്പിലാക്കി. 4 കോടിയിലധികം ആളുകൾക്ക്, 4 കോടിയിലധികം പാവപ്പെട്ടവർക്ക് സ്വന്തമായി വീട് നിർമ്മിച്ചു നൽകാൻ ഈ സർക്കാരിന് കഴിഞ്ഞു. ഈട് നൽകാതെ ബാങ്കുകളിൽ നിന്ന് വായ്പകൾ നൽകാനുള്ള സംവിധാനം ഒരുക്കിയതുകൊണ്ട് കോടിക്കണക്കിന് ആളുകൾക്ക് സ്വന്തമായി എന്തെങ്കിലും സംരംഭങ്ങൾ തുടങ്ങി അവരുടെ ജീവിതം പച്ചപിടിപ്പിക്കാനായി. അങ്ങനെ സർക്കാർ കൃത്യമായ ദീർഘവീക്ഷണത്തോടുകൂടി വിവിധ പദ്ധതികൾ തയ്യാറാക്കിയതിൻ്റെ ഫലമായാണ് 25 കോടി ദരിദ്രർ സ്വയം അവരുടെ ദാരിദ്ര്യാവസ്ഥയെ തോൽപ്പിച്ച് മുന്നേറിയത്. ഈ പുതിയ നിയോ മിഡിൽ ക്ലാസ് എന്ന് വിളിക്കപ്പെടുന്ന സമൂഹം ഭാരതത്തിൻ്റെ പുരോഗതിയുടെ ഭാഗമായിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. സുഹൃത്തുക്കളെ, നമ്മുടെ ഭാരതത്തിൽ നമ്മൾ കേവലം വനിതാ സംരക്ഷണം മാത്രമല്ല ചെയ്തത്, വനിതകളെ മുൻനിർത്തിയുള്ള വികസനമാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം പ്രവർത്തനങ്ങളാണ് ഭാരതത്തിൽ നടപ്പിലാക്കുന്നത്. സർക്കാർ തന്നെ കോടിക്കണക്കിന് വീടുകൾ ഈ രാജ്യത്ത് വെച്ചു കൊടുത്തപ്പോൾ ആ വീടുകളെല്ലാം തന്നെ സ്ത്രീകളുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തത്. നമ്മുടെ രാജ്യത്ത് പുതുതായി തുറക്കപ്പെട്ട കോടിക്കണക്കിന് അക്കൗണ്ടുകളുണ്ടല്ലോ, ബാങ്ക് അക്കൗണ്ടുകൾ, അതിൽ പകുതിയിൽ കൂടുതലും സ്ത്രീകളാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ സർക്കാരിൻ്റെ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 10 കോടിയിലധികം സ്ത്രീകളാണ് വിവിധ സ്വയം സഹായ സംഘങ്ങളിലൂടെ സ്വയം സംരംഭങ്ങൾ തുടങ്ങിയിരിക്കുന്നത്. 10 കോടിയിലധികം വനിതകൾ. ഞാൻ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ മറ്റൊരു ഉദാഹരണം കൂടി പറയാം. നമ്മുടെ ഭാരതത്തിൽ ഇന്ന് കാർഷിക മേഖലയിൽ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് വിപുലീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഭാരതത്തിൽ കാർഷിക മേഖലയിൽ ഡ്രോണുകളുടെ ഉപയോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡ്രോണുമായി കണക്ട് ചെയ്ത് നമ്മൾ കാർഷിക മേഖലയെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങൾ അമേരിക്കയിലുള്ളവർക്ക് ഡ്രോൺ ഒരു പുതുമയുള്ള കാര്യമായിരിക്കില്ല. ആ ഡ്രോണുകൾ നമ്മുടെ നാട്ടിൽ ആരാണ് ഉപയോഗിക്കുന്നത് എന്നതുമാണ് പ്രധാനം. അതാണ് പുതിയ കാര്യം. ഗ്രാമീണ മേഖലയിലെ സ്ത്രീകളെയാണ് ഞാൻ ഈ ഡ്രോൺ ഏൽപ്പിച്ചിരിക്കുന്നത്. അവരാണ് കാർഷിക മേഖലയിൽ ഈ ഡ്രോൺ പറത്തി അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്. സർക്കാരിൻ്റെ ഡ്രോൺ ദീദി എന്ന പ്രോഗ്രാം പ്രകാരം കോടിക്കണക്കിന് ഗ്രാമീണ വനിതകളെ ലക്ഷാധിപതികളാക്കാനുള്ള സർക്കാരിൻ്റെ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഭാരതത്തിൻ്റെ കാർഷിക മേഖലയിൽ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് വിപ്ലവകരമായ മാറ്റമാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ രാജ്യത്തിൽ ഏത് മേഖലയാണോ മുൻകാലങ്ങളിൽ അവഗണിക്കപ്പെട്ടിരുന്നത്, ഇന്ന് ആ മേഖലയ്ക്ക് ഞാൻ മുൻഗണന കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഭാരതത്തിലെ ഓരോ മേഖലയും തമ്മിൽ വളരെ വ്യക്തമായി പ്ലാൻഡായി കണക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. അതിനോട് തുലനം ചെയ്യാൻ ഒരു പഴയ കാലത്തിനും സാധ്യമല്ല. നിങ്ങൾക്ക് തീർച്ചയായും ഇതറിയുമ്പോൾ അമ്പരപ്പുണ്ടാകും. ഇന്ന് ഭാരതത്തിലെ ടെലികോം സെക്ടറിലെ 5G ഉണ്ടല്ലോ, ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വിഷമം തോന്നരുത്. ഇന്ന് ഭാരതത്തിൻ്റെ 5G മാർക്കറ്റ് ഉണ്ടല്ലോ, അമേരിക്കയേക്കാൾ വലുതായിരിക്കുന്നു. നിങ്ങളെ അതിശയിപ്പിക്കുന്ന കാര്യം ഇതാണ്, ഇത് വെറും 2 വർഷം കൊണ്ടുണ്ടായ മാറ്റമാണ്. വെറും 2 വർഷത്തിനുള്ളിൽ സംഭവിച്ച കാര്യമാണ്.
ഇപ്പോൾ ഭാരതം മെയ്ഡ് ഇൻ ഇന്ത്യ 6Gക്ക് വേണ്ടിയുള്ള പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ, ഈ മാറ്റങ്ങളൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? ഇതിങ്ങനെയാണ് സംഭവിച്ചത്. ഓരോ മേഖലയുടെയും വികസനത്തിന് വേണ്ടി എൻ്റെ സർക്കാർ പ്രത്യേകം പോളിസികൾ ഉണ്ടാക്കി, അതും ദീർഘവീക്ഷണത്തോടെ. ഭാരതം മെയ്ഡ് ഇൻ ഇന്ത്യ ടെക്നോളജിയിൽ പ്രത്യേകം ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു. നമ്മൾ ലോകത്തിലെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ മൊബൈൽ ഫോണുകളും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും നിർമ്മിക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് ലോകത്തിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട ബ്രാൻഡുകളും ഭാരതത്തിൽ നിർമ്മിക്കുന്നുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ പ്രൊഡക്റ്റുകൾ എല്ലാ മൊബൈൽ ഫോൺ കമ്പനികൾക്കുമുണ്ട്. ഇന്ന് ഭാരതം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മൊബൈൽ ഫോൺ നിർമ്മാതാക്കളാണ്. ഞാൻ അധികാരത്തിലെത്തുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു കാലമുണ്ടായിരുന്നു. മൊബൈൽ ഫോണുകൾ നമ്മുടെ രാജ്യത്തെ ആളുകൾ ഇറക്കുമതി ചെയ്തിരുന്ന കാലം. ഇന്ന് അതേ ഭാരതം മൊബൈൽ ഫോണുകൾ കയറ്റുമതി ചെയ്യുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഭാരതം പിന്നോട്ട് സഞ്ചരിക്കുന്നില്ല, പിന്നോട്ട് നോക്കുന്നേയില്ല. പുതിയ വ്യവസ്ഥകളുണ്ടാക്കി ഭാരതം ഇന്ന് നേതൃസ്ഥാനത്തേക്ക് വളർന്നിരിക്കുന്നു. ഭാരതം ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ എന്ന ഒരു പുതിയ ആശയം ലോകത്തിന് തന്നെ സംഭാവന നൽകി. ഈ DPI സംവിധാനം അഴിമതി ഇല്ലാതാക്കുന്നു. ഈ DPI സംവിധാനം ഉപയോഗിച്ചിട്ടാണ് 36 ലക്ഷം കോടി രൂപ ഭാരതീയരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് സർക്കാരിൻ്റെ സേവനങ്ങൾ നൽകാൻ കഴിയുന്നത്, സർക്കാരിൻ്റെ സഹായങ്ങൾ നൽകാൻ കഴിയുന്നത്. ഭാരതത്തിൻ്റെ UPI സംവിധാനം ലോകം മുഴുവൻ ഇപ്പോൾ ശ്രദ്ധിക്കുകയാണ്. നിങ്ങളുടെ എല്ലാം പോക്കറ്റിൽ വാലറ്റുകൾ ഉണ്ടായിരിക്കും. പക്ഷേ ഭാരതത്തിൽ എല്ലാവരുടെയും, സാധാരണക്കാരുടെ വരെ പോക്കറ്റിലെ ഫോണിൽ അവരുടെ വാലറ്റുണ്ട്. ഇത്ര കോടി ആളുകളെ എങ്ങനെയാണ് ഈ UPI സംവിധാനത്തിൽ ഏകോപിപ്പിച്ചിരിക്കുന്നു എന്നതിൽ ഇപ്പോഴും ലോകത്തെ പല രാജ്യങ്ങൾക്കും സംശയമാണ്. ഇപ്പോൾ കോടിക്കണക്കിന് ഭാരതീയർ അവരുടെ ഡോക്യുമെൻറ്റുകളുണ്ടല്ലോ, അത് കടലാസുകളായല്ല സൂക്ഷിക്കുന്നത്. ഡിജി ലോക്കർ അവർക്കുണ്ട്. അവരുടെ മൊബൈൽ ഫോണിൽ അവർക്കത് സൂക്ഷിക്കാൻ ഇന്ന് കഴിയുന്നു. ഇപ്പോൾ എയർപോർട്ടിൽ യാത്ര ചെയ്യുമ്പോൾ ആരും പേപ്പറുകളൊന്നും ഉപയോഗിക്കുന്നില്ല. അവരെല്ലാവരും ഇപ്പോൾ ഡിജിറ്റൽ യാത്രയാണ് ചെയ്യുന്നത്. ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ എന്ന സ്കീം വഴി 36 ലക്ഷം കോടി രൂപ സർക്കാരിൻ്റെ വിവിധ സ്കീമുകളിൽ ജനങ്ങൾക്കുള്ള സഹായങ്ങൾ യാതൊരു ഇടനിലക്കാരുമില്ലാതെ നേരിട്ട് അവരുടെ ബാങ്കുകളിൽ എത്തിക്കാൻ കഴിഞ്ഞിരിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതത്തെ തടയാൻ ഇന്ന് ലോകത്ത് ആർക്കും സാധ്യമല്ല. ഭാരതം ശക്തമായി തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭാരതം ആഗ്രഹിക്കുന്നത് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ ഭാരതത്തിൻ്റെ മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്പുകൾ ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. ഈ മൂന്നാം ടൈമിൽ ഭാരതം സെമി കണ്ടക്ടർ മേഖലയിൽ വലിയ നേട്ടങ്ങൾ കൈവരിക്കാൻ പോവുകയാണ്. വലിയ തീരുമാനങ്ങളെടുത്ത് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം ജൂണിലാണ് ഭാരതം ആദ്യമായി സെമി കണ്ടക്ടർ മേഖലയിൽ ഇൻസെൻറ്റീവ് പോളിസി പ്രഖ്യാപിച്ചത്. ഇൻസെൻറ്റീവ് പോളിസി പ്രഖ്യാപിച്ച് വളരെ കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ മൈക്രോണിൻ്റെ സെമി കണ്ടക്ടർ യൂണിറ്റ് ഭാരതത്തിൽ ശിലാസ്ഥാപനം നടത്തി കഴിഞ്ഞു. ഭാരതത്തിൽ ഇപ്പോൾ തന്നെ ആ തരത്തിലുള്ള 5 സെമി കണ്ടക്ടർ യൂണിറ്റുകൾ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. എനിക്കുറപ്പുണ്ട്, ആ ദിവസം വളരെ അകലെയല്ല. നിങ്ങളിവിടെ അമേരിക്കയിലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്പുകൾ കാണാൻ പോവുകയാണ്. വളരെ ചെറിയ ഈ ചിപ്പ് ഭാരതത്തിൻ്റെ പുരോഗതിക്ക് വളരെ വലിയ ഉയരങ്ങൾ നൽകാൻ പോവുകയാണ്. ഇത് മോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ്. ലോകത്തിലെ ആകെ ജനസംഖ്യയുടെ 17% ജീവിക്കുന്നത് ഭാരതത്തിലാണെങ്കിൽ കൂടി ആഗോള കാർബൺ എമിഷൻ്റെ കണക്കെടുത്ത് നോക്കിയാൽ ഭാരതത്തിൻ്റെ സംഭാവന വെറും 4%. ലോകത്തിലാകെ ജനസംഖ്യയുടെ 17% അധിവസിക്കുന്ന ഭാരതം പുറപ്പെടുവിക്കുന്നത് വെറും 4% കാർബൺ എമിഷൻ മാത്രമാണ്. ഈ ലോകത്തെ നശിപ്പിക്കുന്നതിൽ, ഈ പ്രകൃതിയെ നശിപ്പിക്കുന്നതിൽ, ഈ പരിസ്ഥിതിക്ക് നാശം വരുത്തുന്നതിൽ ഭാരതത്തിന് ഒരു റോളുമില്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. ലോകത്തിലെ മറ്റ് രാജ്യങ്ങളുമായി താരതമ്യം ചെയ്താൽ ഭാരതത്തിൻ്റെ കാർബൺ എമിഷൻ എന്നത് വളരെ കുറവാണ്, തീരെ ഇല്ലെന്ന് തന്നെ പറയാം. നമുക്കും മറ്റ് രാജ്യങ്ങൾ ചെയ്യുന്നത് പോലെ കാർബൺ എമിഷൻ പുറത്തുവിടുന്ന രീതിയിൽ
ഉപകരണങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടും ഫാക്ടറികൾ സ്ഥാപിച്ചുകൊണ്ടും വാഹനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും മുന്നോട്ട് പോകാമായിരുന്നു. പക്ഷേ നമ്മളത് ചെയ്തില്ല. നമ്മൾ തിരഞ്ഞെടുത്തത് ഹരിതോർജ്ജമാണ്. കാരണം ഭാരതത്തിൻ്റെ സംസ്കാരം നമ്മളെ പഠിപ്പിച്ചത് പ്രകൃതിയെ സ്നേഹിക്കാനാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഭാരതം പാരമ്പര്യേതര ഊർജ്ജമാർഗങ്ങളായി സോളാർ, കാറ്റ്, ജലവൈദ്യുതി, ഗ്രീൻ ഹൈഡ്രജൻ, ന്യൂക്ലിയർ എനർജി വരെ നമ്മൾ ഉപയോഗിക്കുന്നു. നോക്കൂ, ഞാൻ നിങ്ങളോട് ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. G20 രാജ്യങ്ങളിൽ കാലാവസ്ഥാ വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ട് അവർ നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾ ഏറ്റവും ആദ്യം പൂർത്തിയാക്കിയ രാജ്യം ഭാരതമാണ്. 2014 ശേഷം മാത്രമുള്ള കണക്കെടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ സോളാർ എനർജി ഉണ്ടല്ലോ, സൗരോർജ്ജ ഉൽപ്പാദനം 30 ഇരട്ടിയാണ് വർദ്ധിച്ചത്. 30 ഇരട്ടി. നമ്മുടെ സർക്കാർ ഭാരതത്തിലെ എല്ലാ വീടുകളിലും പുരപ്പുറ സോളാർ പദ്ധതി നടപ്പിലാക്കാനുള്ള ശ്രമത്തിലാണ്. ഇതിനുവേണ്ടി PM സൂര്യഘർ മുഫ്ത് ബിജിലി യോജന എന്നൊരു പദ്ധതി തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് നമ്മുടെ രാജ്യത്തെ എല്ലാ റെയിൽവേ സ്റ്റേഷനുകളും എല്ലാ വിമാനത്താവളങ്ങളും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന രീതിയിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതായത് മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ഭാരതത്തിൽ വീടുകൾ മുതൽ റോഡുകൾ വരെ എല്ലാ ലൈറ്റുകളും ഇനി സൗരോർജ്ജത്തിൽ മാത്രം പ്രവർത്തിക്കാൻ പോകുന്നൊരു കാലമാണ് വരുന്നത്. സുഹൃത്തുക്കളെ, ഞാൻ ഉറപ്പ് നൽകുന്നു, 21ാം നൂറ്റാണ്ടിലെ ഭാരതം എന്നത് വിദ്യാഭ്യാസ മേഖലയിലും സ്കിൽ ഡെവലപ്മെൻറ്റ് മേഖലയിലും ഗവേഷണത്തിലും കണ്ടുപിടുത്തങ്ങളിലും വളരെയേറെ മുന്നോട്ട് പോകാൻ പോകുന്ന കാലമായിരിക്കും. ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഭാരതത്തിൻ്റെ നാളന്ദ സർവകലാശാലയെക്കുറിച്ച് അറിയുമായിരിക്കും. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, കുറച്ച് നാളുകൾക്ക് മുമ്പ് ഭാരതത്തിൻ്റെ അഭിമാനമായിരുന്ന പ്രാചീന സർവകലാശാല നളന്ദ പുതിയ രൂപത്തിൽ ഭാരതത്തിൽ വീണ്ടും ഉയർന്നു പൊങ്ങിയിരിക്കുന്നു. ഭാരതത്തിൻ്റെ അഭിമാനമായി അവിടെ പുനർനിർമ്മിച്ചത് വെറും നളന്ദ സർവകലാശാല മാത്രമല്ല, പഴയ നളന്ദ സർവകലാശാലയുടെ ആത്മാവ് കൂടിയാണ്. ലോകത്തിലെ എല്ലാ രാജ്യത്തെയും വിദ്യാർത്ഥികൾ ഭാരതത്തിൽ വന്ന് പഠിക്കണം. നമ്മൾ ആ രീതിയിൽ തന്നെയാണ് നളന്ദ പുനർനിർമ്മിച്ചിരിക്കുന്നത്. സുഹൃത്തുക്കളെ, നമ്മുടെ ഇന്നത്തെ ഭാരതത്തിൽ കഴിഞ്ഞ 10 വർഷത്തെ കണക്കെടുത്ത് നോക്കിയാൽ ഓരോ ആഴ്ചയിലും ഓരോ പുതിയ സർവകലാശാലകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. കണക്കെടുത്ത് നോക്കിയാൽ ഓരോ ദിവസവും 2 പുതിയ കോളേജുകൾ ഭാരതത്തിൽ പുതുതായി നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും ഓരോ പുതിയ ITI പ്രവർത്തനം തുടങ്ങുകയാണ്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നമ്മുടെ രാജ്യത്തെ IITയുടെ കണക്ക് നോക്കിയാൽ അത് 9-ൽ നിന്ന് 25 ആയിരിക്കുന്നു. IIMൻ്റെ എണ്ണം 13-ൽ നിന്ന് 21 ആയിരിക്കുന്നു. എയിംസിൻ്റെ എണ്ണം നോക്കിയാൽ കഴിഞ്ഞ 10 വർഷം കൊണ്ട് 3 ഇരട്ടി വർദ്ധിച്ച് 22 എയിംസുകളായിരിക്കുന്നു. 10 വർഷം കൊണ്ട് രാജ്യത്തെ മെഡിക്കൽ കോളേജുകളുടെ എണ്ണം ഇരട്ടിയായിരിക്കുന്നു. ഏതാണ്ട് 800-ലധികം മെഡിക്കൽ കോളേജുകളാണ് ഇന്ന് ഭാരതത്തിലുള്ളത്. ഇന്ന് ലോകത്തിലെ ഏറ്റവും മികച്ച സർവകലാശാലകൾ നോക്കിയാൽ അതിൽ ഭാരതത്തിലെ സർവകലാശാലകളുമുണ്ട്. ഇതുവരെ ലോകം ഭാരതത്തിലെ ഡിസൈനർമാരെ മാത്രമേ കണ്ടിട്ടുള്ളൂ. ഇനി ലോകം കാണാൻ പോകുന്നത് ഡിസൈൻ ഇൻ ഇന്ത്യ എന്ന മാറ്റമായിരിക്കും. ഇന്ന് നമ്മുടെ ഭാരതം ലോകരാജ്യങ്ങളുമായി ഉണ്ടാക്കുന്ന ബന്ധം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. മുൻകാലങ്ങളിൽ ഭാരതം എല്ലാ രാജ്യങ്ങളുമായി കൃത്യമായ അകലം പാലിച്ചിരുന്നെങ്കിൽ ഇന്നത്തെ ഭാരതം എല്ലാ രാജ്യങ്ങളെയും പരമാവധി ചേർത്ത് നിർത്താനാണ് ശ്രമിക്കുന്നത്. ഒരുപോലെ എല്ലാ രാജ്യങ്ങളോടും സൗഹൃദം കൂടുതൽ സ്ഥാപിക്കാനാണ് ഇന്നത്തെ ഭാരതം ശ്രമിക്കുന്നത്. അതിൽ ഭാരതം വിജയിച്ചിട്ടുമുണ്ട്. ഇന്ന് ഭാരതം ഗ്ലോബൽ സൗത്തിൻ്റെ നായക സ്ഥാനത്ത് തന്നെയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ഭാരതത്തിൻ്റെ ആതിഥേയത്വത്തിൽ നടന്ന കഴിഞ്ഞ G20 സമ്മേളനത്തിൽ ആഫ്രിക്കൻ നേഷൻസിനെ പുതിയൊരു അംഗരാജ്യമായി കൂടെ ചേർക്കാൻ കഴിഞ്ഞത് ഭാരതത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ്. ഭാരതത്തിൻ്റെ നിർദ്ദേശങ്ങൾ ഇന്ന് ലോകം അംഗീകരിക്കുന്നു. ഇന്ന് ഭാരതം ഗ്ലോബൽ പ്ലാറ്റ്ഫോമുകളിൽ എന്തു പറഞ്ഞാലും ലോകരാജ്യങ്ങൾ, ലോകം അത് കേൾക്കുന്നുണ്ട്, അതിന് പ്രാധാന്യം നൽകുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഞാൻ ഗ്ലോബൽ പ്ലാറ്റ്ഫോമിൽ ഇത് പറഞ്ഞതും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ദിസ് ഈസ് നോട്ട് ദ ടൈം ഫോർ വാർ. അതിനെ അത്രയും സീരിയസ് ആയി തന്നെയാണ് എല്ലാ രാജ്യങ്ങളും ശ്രദ്ധിച്ചത്. സുഹൃത്തുക്കളെ, ഇന്ന് ലോകത്ത് ഏതൊരു രാജ്യത്തിന് ഏത് തരത്തിൽ ഒരു വിഷമാവസ്ഥ ഉണ്ടായാലും അവിടെ ആദ്യം സഹായവുമായി എത്തുന്നത് ഭാരതമാണ്. കൊറോണയുടെ കാലഘട്ടത്തിൽ പോലും
ഭാരതം 150-ലധികം രാജ്യങ്ങൾക്ക് വാക്സിനും മരുന്നുകളും നൽകി. ലോകത്ത് എവിടെയെങ്കിലും ഭൂകമ്പമുണ്ടായാലും ചുഴലിക്കാറ്റുണ്ടായാലും ഇനി ആഭ്യന്തര കലാപങ്ങളുണ്ടായാൽ പോലും അവിടെ ആദ്യമെത്തി ആ രാജ്യങ്ങൾക്ക് സഹായങ്ങൾ നൽകുന്നത് ഇന്ന് ഭാരതമാണ്. കാരണം ഇത് ഭാരതത്തിൻ്റെ പാരമ്പര്യമാണ്. ഇതാണ് നമ്മുടെ പഴയ തലമുറ നമ്മളെ പഠിപ്പിച്ചത്. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഭാരതം ആഗോള രാജ്യങ്ങൾക്കിടയിൽ ഒരു കാത്തലിക് ഏജന്റിനെ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഭാരതമില്ലാതെ ഒന്നും നടക്കില്ല എന്ന സ്ഥിതിയാണ്. അതുകൊണ്ട് തന്നെ ആ മാറ്റം എല്ലാ മേഖലയിലും പ്രകടവുമാണ്. ആഗോള പുരോഗതി വർദ്ധിപ്പിക്കുന്നതിനും ഭാരതത്തിൻ്റെ സഹായം ഇന്ന് എല്ലാവർക്കും ആവശ്യമാണ്. ആഗോള സമാധാനത്തിനും ഭാരതത്തിൻ്റെ റോളെന്ന് പറയുന്നത് പ്രധാനം തന്നെയാണ്. ആഗോളതാപനം, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയുള്ള കാര്യങ്ങളിൽ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതിലും ഭാരതത്തിൻ്റെ സ്ഥാനം പ്രധാനം തന്നെയാണ്. ആഗോളതലത്തിൽ കഴിവുള്ള മാനവവിഭവശേഷി നൽകുന്നതിൽ ഭാരതത്തിൻ്റെ സഹായമില്ലാതെ ഒരു രാജ്യത്തിനും നിലനിൽക്കാൻ കഴിയില്ല. ആഗോള കണ്ടുപിടുത്തങ്ങളുടെ കാര്യത്തിലും എല്ലാ മേഖലയിലും ഭാരതത്തിൻ്റെ സ്ഥാനം ഒന്നാമത് തന്നെയാണ്. ഗ്ലോബൽ സപ്ലൈ ചെയിൻ്റെ കാര്യത്തിൽ സ്ഥിരത നിലനിർത്തുന്നതിന് ഭാരതത്തിൻ്റെ സഹായം ഇന്ന് എല്ലാ രാജ്യങ്ങൾക്കും ആവശ്യമാണ്. സുഹൃത്തുക്കളെ, ശക്തി എന്നതിൻ്റെയും സാമർഥ്യം എന്നതിൻ്റെയും ഭാരതത്തിൻ്റെ അർത്ഥമെന്നത് ഇങ്ങനെയാണ്: ജ്ഞാനായ ദാനായ ച രക്ഷണായ. അതായത് അറിവ് എന്നത് പകർന്നു നൽകാനുള്ളതാണ്. സമ്പത്ത് എന്നുള്ളത് കരുതലിന് വേണ്ടിയിട്ടുള്ളതാണ്. അധികാരം എന്നത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഭാരതത്തിൻ്റെ മുൻഗണന എന്നത് തന്നെ മറ്റു രാജ്യങ്ങൾക്ക് മേൽ അധീശത്വം സ്ഥാപിക്കുക എന്നുള്ളതല്ല, ആധിപത്യം സ്ഥാപിക്കുക എന്നുള്ളതല്ല. ഭാരതത്തിൻ്റെ പ്രഭാവം വർദ്ധിപ്പിക്കുക, വിശ്വഗുരുവായി നിലനിൽക്കുക, അതുമാത്രമാണ് ഭാരതത്തിൻ്റെ ചിന്താഗതി. അതാണ് ഭാരതത്തിൻ്റെ സംസ്കാരം. അതാണ് നമ്മുടെ പൂർവികർ നമ്മളെ പഠിപ്പിച്ചത്. ഭാരതം അഗ്നിയെപ്പോലെ എല്ലാത്തിനെയും നശിപ്പിക്കുന്നില്ല. പകരം സൂര്യനെപ്പോലെ എല്ലാവർക്കും ഒരേപോലെ വെളിച്ചം നൽകാനാണ് ശ്രമിക്കുന്നത്. ഭാരതം ഒരിക്കലും മറ്റു രാജ്യങ്ങൾക്ക് മേൽ ആധിപത്യം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നതേയില്ല. പകരം എല്ലാ രാജ്യത്തിൻ്റെയും പുരോഗതിക്ക്, എല്ലാ രാജ്യത്തിൻ്റെയും സമൃദ്ധിക്ക് ഞങ്ങളാൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമോ അത് ചെയ്തു കൊടുക്കാൻ മാത്രം ആഗ്രഹിക്കുന്ന ഒരു നാടാണ് ഭാരതം. അങ്ങനെയുള്ളവരാണ് ഭാരതീയർ. ലോകത്തിന് യോഗ സംഭാവന ചെയ്യുന്നതാവട്ടെ, ലോകത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സൂപ്പർ ഫുഡ് എന്നറിയപ്പെടുന്ന മില്ലറ്റുകൾ സംഭാവന ചെയ്യാനാകട്ടെ, കൂടുതൽ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് ലൈഫ് സ്റ്റൈലുകൾ നവീകരിക്കുന്ന കാര്യത്തിലാവട്ടെ, അതിനുവേണ്ടിയിട്ടാണ് ഭാരതം എപ്പോഴും ശ്രമിക്കുന്നത്. ഭാരതം ഒരേ സമയം GDP ഉയർത്തിക്കൊണ്ട് സാമ്പത്തികമായ ഭദ്രതയ്ക്കും വളർച്ചയ്ക്കും വേണ്ടി ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ മാനവികതയും മനുഷ്യത്വവും വളർത്താൻ ആഗ്രഹിക്കുന്നു. എനിക്ക് നിങ്ങളോടും പറയാനുള്ളത് തന്നെയാണ്. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നുകൊണ്ട് ജീവിക്കുന്നതിനുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് നിങ്ങളും മാറണം. നിങ്ങളത് പ്രൊമോട്ട് ചെയ്യണം. നിങ്ങളുടെ ലൈഫ് സ്റ്റൈലുകളിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ പോലും ഈ പ്രകൃതിയിൽ വലിയ മാറ്റങ്ങൾ നമുക്കുണ്ടാക്കാൻ കഴിയും. നിങ്ങളിൽ പലരും ഒരുപക്ഷെ ഇതിനു മുമ്പേ കേട്ടിട്ടുണ്ടാകും. ഭാരതത്തിൽ ഇപ്പോൾ ഒരു പുതിയ പദ്ധതി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു മരം അമ്മയുടെ ഓർമ്മയ്ക്കായി എന്ന പദ്ധതി. അതായത് നമ്മുടെ അമ്മയെ ഓർത്തുകൊണ്ട് ഒരു മരം നിങ്ങൾ പ്രകൃതിയിൽ പുതുതായി നട്ട് സംരക്ഷിച്ച് വളർത്തണം. അമ്മ ജീവനോടെ ഉണ്ടെങ്കിൽ അമ്മയെ കൂടെ ചേർത്തുകൊണ്ട് തന്നെ ആ മരം നടണം. അമ്മ മരണപ്പെട്ടു പോയെങ്കിൽ അമ്മയുടെ ചിത്രം അടുത്തു വെച്ചിട്ട് ആ മരം നട്ട് വളർത്തി സംരക്ഷിക്കണം. ഇവിടെ നിങ്ങൾ അമേരിക്കയിലും നിങ്ങളുടെ വീടുകളിൽ അമ്മയ്ക്ക് വേണ്ടി ഒരു മരം നടണം. അത് പ്രകൃതിക്ക് നമ്മൾ നൽകുന്ന ഒരു സമ്മാനമാണ്. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ജന്മം നൽകിയ അമ്മയും നമ്മുടെ ജന്മനാടായ അമ്മയും തീർച്ചയായും സന്തോഷിക്കും. സുഹൃത്തുക്കളെ, ഇന്നത്തെ ഭാരതം വലിയ വലിയ സ്വപ്നങ്ങൾ കാണുകയും ചെയ്യുന്നുണ്ട്, വലിയ വലിയ സ്വപ്നങ്ങൾ എത്തിപ്പിടിക്കുകയും ചെയ്യുന്നുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് പാരീസ് ഒളിമ്പിക്സ് സമാപിച്ചത്. അടുത്ത ഒളിമ്പിക്സ് നടക്കാൻ പോകുന്നത് ഇവിടെ ഈ അമേരിക്കയിലാണ്. അധികം ദൂരെയല്ലാതെ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്കും ഭാരതത്തിൽ ഒളിമ്പിക്സ് നടക്കുന്നത് കാണാൻ കഴിയും. നമ്മൾ ഭാരതം 2036 ഒളിമ്പിക്സിൻ്റെ ആതിഥേയത്വം വഹിക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്.
സ്പോർട്സ് മേഖലയാണെങ്കിലും ബിസിനസ് മേഖലയാണെങ്കിലും എൻ്റർടൈൻമെൻറ്റ് മേഖലയാണെങ്കിലും ഇന്ന് ലോകത്തിൻ്റെ ശ്രദ്ധ ഭാരതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഭാരതത്തിൻ്റെ IPL ആണെങ്കിലും ISL ആണെങ്കിലും ഇന്ന് ലോകം തന്നെ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് വന്നിരിക്കുന്നു. ഭാരതത്തിൻ്റെ സിനിമകൾ ലോകമാകെ ശ്രദ്ധിക്കുന്ന തരത്തിലേക്ക് വന്നിരിക്കുന്നു. ഗ്ലോബൽ ടൂറിസത്തിൻ്റെ കാര്യത്തിലും ഭാരതം ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധാകേന്ദ്രമായിരിക്കുകയാണ്. ഇന്ന് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഭാരതത്തിൻ്റെ ഉത്സവങ്ങൾ വളരെ വിശാലമായി തന്നെ ആഘോഷിക്കപ്പെടുന്നു. ഇവിടെയും ഞാൻ കാണുന്നുണ്ട് നവരാത്രിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് തീർച്ചയായും കാണിക്കുന്നത് ഭാരതത്തോടുള്ള നിങ്ങളുടെ സ്നേഹമാണ്. സ്വദേശത്തുള്ളതാണെങ്കിലും വിദേശത്തുള്ളതാണെങ്കിലും ഇന്ന് ഭാരതീയർ കൂടുതൽ അവരുടെ ഭാരതാംബയെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുന്ന ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഇന്നലെ പ്രസിഡന്റ് ബൈഡനെ കണ്ടപ്പോൾ ഭാരതത്തിൽ നിന്ന് ഒരു കാലത്ത് പലരാൽ മോഷ്ടിക്കപ്പെട്ടതോ എങ്ങനെയോ ഇവിടെ എത്തപ്പെട്ടതോ ആയ 300 ലിഖിതങ്ങളും 300 മൂർത്തിയുടെ രൂപങ്ങളും അവർ ഭാരതത്തിന് തിരിച്ചു നൽകി. ചിലതൊക്കെ 1500 വർഷം പഴക്കമുള്ളത്, 2000 വർഷം പഴക്കമുള്ളത്, 3000 വർഷം പഴക്കമുള്ളത്, അങ്ങനെ 300 പുരാതന വസ്തുക്കൾ ഭാരതത്തിന് തിരികെ തന്നിരിക്കുന്നു. ഇന്നലെ തന്ന ഈ 300 പുരാതന വസ്തുക്കൾ കൂടി ചേർത്ത് ഇതുവരെ അമേരിക്ക എൻ്റെ ഭരണകാലത്ത് മാത്രം 500 പുരാതന വസ്തുക്കൾ ഭാരതത്തിന് തിരികെ തന്നിരിക്കുന്നു. ഇത് ചെറിയ കാര്യമല്ല, വളരെ മഹത്തായ കാര്യം തന്നെയാണ്. 500 ചെറിയ പുരാതന വസ്തുക്കൾ നമുക്ക് തിരികെ തന്നു എന്നുള്ളതല്ല, ഇത് ഭാരതത്തിൻ്റെ ആയിരക്കണക്കിന് വർഷം പഴക്കമുള്ള പാരമ്പര്യത്തിൻ്റെ ആദരവാണ്. അതേസമയം തന്നെ ഇത് നിങ്ങൾക്കും കൂടി ലഭിച്ച ആദരവാണ്. ഞാൻ ഈ സമയം അമേരിക്കൻ ഗവൺമെൻറ്റിനോട് ഭാരതത്തിൻ്റെ പേരിൽ നന്ദി പറയാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തുക്കളെ, ഭാരതവും അമേരിക്കയും തമ്മിലുള്ള സൗഹൃദ ബന്ധം വളരെ ശക്തിയോടെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പങ്കാളിത്തം ലോകത്തിൻ്റെ നല്ലതിനു വേണ്ടി മാത്രമായിരിക്കും. ഇന്ത്യയും അമേരിക്കയും എല്ലാ മേഖലയിലും സഹവർത്തിത്വത്തോടെ പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും നിങ്ങൾക്കും ഗുണമുള്ള പദ്ധതികൾ അതിലുണ്ടായിരിക്കും. ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോൾ നിങ്ങൾക്ക് ഉറപ്പ് നൽകിയിരുന്നു സിയാറ്റിലിൽ ഭാരതത്തിൻ്റെ കോൺസുലേറ്റ് തുറക്കുമെന്ന്. ആ കോൺസുലേറ്റ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയിൽ പുതിയ 2 കോൺസുലേറ്റുകൾ തുറക്കാനുള്ള ശ്രമങ്ങൾ കൂടി എൻ്റെ സർക്കാർ തുടങ്ങിയിരുന്നു. അതിൻ്റെ കൂടി പ്രഖ്യാപനം ഞാനിന്നിവിടെ പറയാൻ പോവുകയാണ്. എനിക്കിത് നിങ്ങളോട് പറയുന്നതിൽ സന്തോഷമുണ്ട്. നിങ്ങളുടെ സഹായത്തോടു കൂടി ഭാരതം ഇവിടെ 2 പുതിയ കോൺസുലേറ്റുകൾ കൂടി തുറക്കാൻ പോവുകയാണ്. ഒന്ന് ബോസ്റ്റണിലും ഒന്ന് ലോസ് ആഞ്ചലസിലും. ഇതിലും എനിക്ക് സന്തോഷമുണ്ട്. ഹൂസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ തിരുവള്ളുവർ ചെയർ ഓഫ് സ്റ്റഡീസ് കൂടി ഞാൻ ഈ സമയം ഉദ്ഘാടനം ചെയ്യുകയാണ്. ഇത് തീർച്ചയായും മഹാജ്ഞാനിയായ തമിഴ് സന്യാസി തിരുവള്ളുവരുടെ ദർശനങ്ങളും മഹത്വവും ലോകമാകെ എത്തുന്നതിന് സഹായിക്കും എന്നെനിക്ക് ഉറപ്പാണ്. തീർച്ചയായും ഈ പ്രോഗ്രാമിൽ നിങ്ങളുടെ എല്ലാം സഹകരണം എന്നെ വളരെയേറെ ആനന്ദഭരിതനാക്കുന്നുണ്ട്. ഇവിടെ പലവിധ തരത്തിലുള്ള കലാപരിപാടികൾ ഞാൻ കണ്ടിരുന്നു. എല്ലാം വളരെ മികവുറ്റതായിരുന്നു. എനിക്ക് ഇതും മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ പരിപാടിയിലേക്ക് അനേകം ആളുകൾ ഇനിയും പങ്കെടുക്കാനുണ്ടായിരുന്നു. പക്ഷേ സ്റ്റേഡിയം ചെറുതായിപ്പോയത് കാരണം അവർക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. ഇവിടെ എത്തിച്ചേരാൻ കഴിയാതെ പോയ ആ സുഹൃത്തുക്കളോട് ഞാൻ ഈ സമയത്ത് മാപ്പ് പറയുന്നു. തീർച്ചയായും ഇനി വരുമ്പോൾ അവരെ കാണാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു ദിവസം മറ്റൊരു വേദിയിൽ തീർച്ചയായും നിങ്ങളെ എല്ലാവരെയും വീണ്ടും കാണാമെന്നുള്ള പ്രതീക്ഷയിൽ നിങ്ങളെല്ലാവരും ഇതുപോലെ തന്നെ സന്തോഷമായിരിക്കണം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, നിങ്ങളുടെ പരിശ്രമങ്ങൾ ഇനിയും തുടരുകയും വേണം. ഇവിടെ എത്തിച്ചേർന്ന എന്നെ കാണാനെത്തിയ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഭാരത് മാതാ കി ജയ്. बहुत बहुत धन्यवाद.